ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മളിവിടെ പറയുന്നത് കടച്ചക്ക എന്നാണ്. വേറെ എന്തെങ്കിലും ചീമച്ചക്ക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണോ എന്നറിയത്തില്ല. നമ്മൾ കടച്ചക്ക എന്നാണ് പറയുന്നത്. ഇത് എനിക്കിഷ്ടം. ഈ വറുത്തരച്ച് നമ്മൾ തീയൽ വെക്കത്തില്ലേ, അങ്ങനെ വെക്കുന്ന ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമേ. വേറെ ഒന്നും വെക്കുന്നത് അങ്ങനെ അറിയത്തില്ല. അന്നേരം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞു, ഇത് ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുഴുങ്ങുന്നത് നല്ല രുചിയാണെന്ന് പറഞ്ഞേ. ഞാനിതിലോട്ടും വെച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അങ്ങനെ ആ അമ്മ പറഞ്ഞതനുസരിച്ച് വെക്കുവാണേ. കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. പക്ഷേ ഇത് പഴുത്തതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ തണ്ടൊക്കെ ഒരു മഞ്ഞ കളറിയിരിക്കുന്നത്, നല്ല പച്ചയല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് വെട്ടിയരിഞ്ഞ് ഒന്ന് പുഴുങ്ങാൻ നോക്കുവാണേ. തേങ്ങ ഞാൻ ആദ്യമേ ചിരണ്ടി വെച്ച് ഇത് ചെറുതായിട്ട് അരിയുന്നത്, കാരണം ഇത് വേഗമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ തന്നെ അരിയുന്നത്, പക്ഷെ അത് നല്ലതായിട്ട് വെന്ത് കിട്ടുമേ. ഇതെനിക്ക് ഒന്ന് വാടിപ്പഴുത്തതിൻ്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് തേങ്ങ ഒതുക്കുവാണ്, പാലെടുക്കാനായിട്ട്. മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി പാലെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പാലും ആ വെള്ളമെല്ലാം അങ്ങ് അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇച്ചിരി നേരം വെള്ളത്തിൽ ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു കളറ് മാറുന്നു. അതിനകത്ത് ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് പാലും കൂടെ ഒഴിക്കുവാണേ. ആ എന്നോട് പറഞ്ഞത് തേങ്ങാപ്പാലും ഇതിങ്ങനെ അരിഞ്ഞ് തേങ്ങാപ്പാലിനകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് പുഴുങ്ങിയെടുത്താൽ നല്ല രുചിയാണെന്നാണ് പറഞ്ഞത്. അവരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന്. അത് കേട്ടത് കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ വെറും ഇതായിപ്പോൾ. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ, ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ആ അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ പാളിപ്പോയി, കൊള്ളത്തേ ഇല്ലായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കുക. മൂടി വെക്കുന്നുണ്ട്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് നീരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് വേഗട്ടെന്ന് ഓർത്ത്. ഇനി ഇത് വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കൊള്ളത്തില്ല. ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമാണോ എന്നും അറിയത്തില്ല. അങ്ങനെ അതേണ്ട പുഴുങ്ങി അതെല്ലാം പറ്റി ഈ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി എടുത്ത് നോക്കാവേ. നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അതുകൊണ്ട് വലിയ ഡെക്കറേഷനൊന്നുമില്ല, 2-3 എണ്ണം എടുത്ത് കഴിച്ച് നോക്കുക. പക്ഷേ ഇത് വെന്തിട്ടുമില്ല, ഒരുമാതിരി വേറൊരു ചൊവ എന്തുവാണെന്നറിയത്തില്ല. പക്ഷെ സംഭവം കൊള്ളത്തില്ലായിരുന്നു.